കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. കക്കാടുപുഴ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. തലശ്ശേരി പാട്യത്ത് സ്ത്രീയെ കാണാതായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ മുതിയങ്ങ സ്വദേശി നളിനിയെ കാണാതായെന്നുള്ള വാർത്തയാണ്. ഒഴുക്കിൽപ്പെട്ടു എന്നൊക്കെയുള്ള സംശയങ്ങളും ഉണ്ട്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതലായി വെള്ളം കയറിയിരിക്കുന്നത്? ധന്യ, ഇന്നലെ ഉച്ചവരെ ഒരല്പം വിട്ടുനിന്ന മഴ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായി തുടരുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ അതിശക്തമായ മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തകർത്ത് പെയ്തതെന്ന് തന്നെ പറയാം. കാരണം പ്രധാനപ്പെട്ട നദികളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. കര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരോട് ജാഗ്രത പുലർത്താൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരിട്ടിലും ചെറുപുഴയിലുമൊക്കെ പുഴയിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങൾ പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലാണ്. ഇവിടെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് കക്കാടായാലും അതുപോലെ അഴീക്കൽ മേഖലയിലൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. പലയിടത്തും റോഡ് ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലാണ്. പലയിടത്തും വാഹന ഗതാഗതം തന്നെ പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോൾ ധന്യ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ഭാരതീയ വിദ്യാഭവന്റെ സ്കൂൾ പരിസരത്തൊക്കെ വ്യാപകമായി വെള്ളം കയറിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ആ സ്കൂൾ പരിസരം പൂർണ്ണമായും വെള്ളത്തിനകത്തായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കക്കാട് പുഴയിൽ നിന്ന് വെള്ളം കയറിയതാണ് ഈ സ്കൂൾ പരിസരത്തേക്ക് വെള്ളം കയറുകയായിരുന്നു ചെയ്തത്. അതിനിടയിൽ ഒരു സ്ത്രീയെ കാണാതായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് തലശ്ശേരി പാട്യത്താണ് വയോധികയെ കാണാതായിരിക്കുന്നത്. ഈ സ്ത്രീയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതാണോ എന്നൊരു സംശയമുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഇവരെ കാണാതാവുന്നത്. ഇവരെ വീടിൻ്റെ പിൻഭാഗത്തുകൂടി ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നുണ്ട്. ആ കൈത്തോട്ടിൽ അതിശക്തമായ ഒഴുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ മുതിയങ്ങ സ്വദേശിയായ നളിനിയെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായിരിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കഴിഞ്ഞ രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തി. രാത്രി അതിശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് 9 മണിയോടുകൂടി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഈ പരിസരങ്ങളിലൊക്കെ തെരച്ചിൽ തുടരുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ കൈത്തോടും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. എന്തായാലും അതിശക്തമായ കാറ്റ് വീശിയിരിക്കുന്നു. ഏതാണ്ട് 4.5 കോടി രൂപയുടെ കൃഷിനാശം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിലുള്ള ഒരു പ്രാഥമികമായ കണക്ക്. എന്തായാലും ജില്ലയിൽ അതിശക്തമായ കാറ്റും മലയോര മേഖലകളിലൊക്കെ അതിശക്തമായ കാറ്റും ഒപ്പം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ മഴയും തുടരുകയാണ്.